ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ കുഞ്ഞുങ്ങൾക്കായുള്ള മിഠായി പദ്ധതി നിലച്ചിട്ട് 2 വർഷം. ഇൻസുലിൻ സ്ട്രിപ്പ്, നീഡിൽ, CGM എന്നിവ സൗജന്യമായി നൽകുന്ന മിഠായി പദ്ധതിയാണ് 2 വർഷമായി മുടങ്ങിക്കിടക്കുന്നത്. ചികിത്സാ ചെലവ് താങ്ങാനാവാതെ രക്ഷിതാക്കൾ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരിക്കുന്നു. സംസ്ഥാനത്ത് 18 വയസ്സിൽ താഴെയുള്ള ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായി മരുന്നുകൾ നൽകുന്ന പദ്ധതിയാണ് മിഠായി. കുട്ടികൾക്ക് വേണ്ട ഇൻസുലിൻ, സ്ട്രിപ്പ്, നീഡിൽ, CGM എന്നിവ സൗജന്യമായി നൽകുന്ന പദ്ധതി നിലച്ചിട്ട് 2 വർഷത്തോളമാവുന്നു. മാസം 20,000-ലേറെ രൂപ ചെലവ് വരുന്ന ചികിത്സയ്ക്കായി പണം കണ്ടെത്താനാവാത്ത അവസ്ഥയിലാണ് രക്ഷിതാക്കൾ. പുതിയ സർക്കാരിലാണ് ഇനി പ്രതീക്ഷ. ഇൻസുലിൻ ശരിക്കും റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ആയിട്ടുള്ള ഫിയാസ് പോലുള്ളതെല്ലാം ഇപ്പോൾ വളരെ നിർത്തലാക്കിയിട്ടുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ അത് പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാന ആവശ്യം. കാരണം അത് ജീവൻ രക്ഷാ മരുന്നാണ്. അവരതില്ലാണ്ട് കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അതാണ് മെയിൻ കാര്യം. ഞങ്ങൾക്ക് ഒരു 15,000 മുതൽ 20,000 വരെ ചിലവ് എല്ലാ മാസവും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിലവിൽ 1980 കുട്ടികളാണ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളത്. ഓരോ മാസവും കൂടുതൽ കുട്ടികൾ എത്തുന്നതായാണ് കണക്ക്. കുട്ടികൾക്ക് വീടിനടുത്തുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ നൽകുന്നതിനും ഇൻസുലിൻ പമ്പ് സൗജന്യമായി ലഭിക്കുന്നതിനുമടക്കം സർക്കാർ ഇടപെടണമെന്ന ആവശ്യവും രക്ഷിതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും രക്ഷിതാക്കൾ നിവേദനം നൽകിയിട്ടുണ്ട്. സാനിയോ, ബിഗ് TV ജേർണലിസ്റ്റ്, കോഴിക്കോട്.